എനിക്ക് പ്രായമായി, രോഗിയുമായി, ഇനി എന്തു ചെയ്യാനാണ്? എൻ്റെ ആവശ്യത്തിന് പണം തികയുന്നില്ല, സാമ്പത്തിക ചെലവുകൾ നിയന്ത്രിക്കാനുമാകുന്നില്ല. ഞാൻ തകർന്നു പോകുന്നു. എന്നെ ആരും പരിഗണിക്കുന്നില്ല, ആരും പരിചയഭാവം പോലും കാണിക്കുന്നില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, പഴയതുപോലെ ഉത്സാഹവും ഇല്ല. ജീവിതം മടുപ്പായിരിക്കും, തുടരാൻ ഒരു വഴിയും കാണുന്നില്ല. ഇങ്ങനെയൊക്കെ തോന്നുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ജീവിതത്തിലെ ഓട്ടത്തിരക്കിൽ അല്പം മാറുന്നെന്ന് നമ്മുടെ പരിചയക്കാർ ശ്രദ്ധിച്ചാൽ ഇത് വേഗം മനസ്സിലാകും. അവരെ കേൾക്കാനും ആൾ വേണമല്ലോ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ബാല്യകൗമാരകാലം ഓർമ്മയിലുണ്ട്. പഠനകാലവും അതിലെ സൗഹൃദങ്ങളും മറന്നിട്ടുണ്ട്. വിവാഹം കഴിച്ച് കുഞ്ഞുമക്കളുമായി ഒരു രാജാവിനെ പോലെ ജീവിച്ചത് മറക്കാൻ പറ്റും. നിങ്ങൾ എന്തെന്ത് ജീവിതാനുഭവങ്ങൾ ഉള്ള മനുഷ്യനാണ്. നിങ്ങൾക്ക് എത്രയോ ആൾക്കാരുടെ ഹൃദയത്തിൽ ഇന്നും വിലപ്പെട്ട സ്ഥാനമുണ്ട്. നിങ്ങളുടെ ജീവിതം അങ്ങനെ തുടരുകയല്ലേ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വയസ്സാകും? 50, 60, 70 വയസ്സിൽ തന്നെ നിങ്ങൾ യങ്ങാണെന്നേ സംശയം വേണ്ട. പിന്നെ നിങ്ങൾക്ക് പ്രായമായെന്ന് തോന്നിയാൽ അത് പൊട്ടത്തെറ്റാണ്. നമുക്ക് അത് ഇന്നു മുതൽ തിരുത്തി തുടങ്ങാം. നമുക്ക് ചില രസകരമായ കാര്യങ്ങളൊക്കെ ചെയ്യാം. രോഗത്തെ മനസ്സുകൊണ്ട് മറികടക്കാം. തീർച്ചയായും പണം നമ്മൾ അധ്വാനിച്ച് നേടിയതാണ്. ശ്രദ്ധിച്ച് ചെലവഴിക്കാൻ മതിയായ പണം ഇന്നോളം എല്ലാവരും നേടിയിട്ടുണ്ട്. ആവശ്യങ്ങൾ കൂടുമ്പോൾ പണത്തിന് നല്ല വഴികൾ നമ്മൾ കണ്ടുപിടിച്ചാൽ പോരെ? സ്ഥിര വരുമാനമില്ലാത്തവരും കൂലിപ്പണിക്കാർ, വൃദ്ധരുമൊക്കെ പണം കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ മക്കളെയും ജീവിത പങ്കാളിയെയും തൊഴിൽ ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുക. നിത്യവരുമാനം നേടിത്തരുന്ന ജീവിത സുരക്ഷയും ആത്മാഭിമാനവും എൻ്റെ അമ്മ പറഞ്ഞാൽ തീരില്ല. ഏതു പ്രായത്തിലും ധനം സമ്പാദിക്കാൻ കഴിയുന്നവരുണ്ട്. അത്യാവശ്യമല്ലാത്ത യാതൊന്നിനും പണം ചെലവഴിക്കരുത്. എന്തിനും പണം മുടക്കുന്നതിന് മുമ്പ് 2-3 തവണ ചിന്തിക്കണം. അപ്പോൾ അത് ബുദ്ധിപരമായ കാര്യമാകുമെന്നേ. നിങ്ങൾ മിടുക്കനല്ലേ? എനിക്കറിയാം. ആഴ്ചയിലിടയ്ക്കൊക്കെ തന്നെ താമസ സ്ഥലത്തിന് സമീപമുള്ള സ്ഥലങ്ങളിലൂടെ കുറേ ദൂരം ഏകനായി നടക്കണം. പരിചയക്കാരെ കണ്ടാൽ ഇത്തിരി നേരം സംസാരിക്കണം. അവരുടെ വീട്ടിൽ ഒന്ന് കയറിയിരിക്കും. അവർ തരുന്ന ചായയോ കാപ്പിയോ കുടിച്ചു നോക്കും. രോഗികളുണ്ടെങ്കിൽ അല്പസമയം അവരോട് കുശലം പറയും. വീട്ടിലെത്തിയാൽ വൈകിട്ട് പഴയകാല സുഹൃത്തുക്കളെ വെറുതെ ഫോണിൽ വിളിച്ച് രസകരമായി സംസാരിക്കും. കുടുംബക്കാരുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കും. മക്കളോടും കൊച്ചുമക്കളോടും തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കും. നിങ്ങൾ പഴയ ചിരിക്കുടുക്കുക തന്നെ ആകും. അത് കഴിഞ്ഞ് എന്നോട് നിങ്ങൾ പറയണം, സ്നേഹം നിങ്ങൾ അനുഭവിച്ചോ സന്തോഷിച്ചോ എന്ന്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും എന്ന് വേണ്ട, സർവ്വ ജീവജാലങ്ങൾക്കും സ്നേഹമുണ്ടെന്ന് നിങ്ങൾ അറിയുമെന്ന്. ഇത്രയുമൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നാൽ നിങ്ങളിനി വെറുതെ മടിയനായിരിക്കുകയില്ല. ഇനിയും ക്രിയാത്മകമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്ന് തിരിച്ചറിയും. ബാക്കി ജീവിതവും ഒരു ലഹരിയായി നിങ്ങളിൽ പൂത്തു നിൽക്കും. നിങ്ങൾ പാട്ട് കേൾക്കും, പാടും, നന്നായി വസ്ത്രം അണിയും, നന്നായി ഭക്ഷിക്കും, സന്തോഷത്തോടെ ഉറങ്ങാൻ കിടക്കും. അതിരാവിലെ ചാടി എഴുന്നേറ്റ് സുന്ദരമായ സൂര്യോദയം കാണും. ഇന്ന് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് ഉറപ്പിക്കും. സന്തോഷത്തിൻ്റെ ബാങ്കിൽ ഒരു ചെക്ക് കൂടി കൊടുക്കും. സംതൃപ്തിയുടെ പേപ്പറിൽ ഒരു വർണ്ണചിത്രം കൂടി വരയ്ക്കും. ജീവിതം ധന്യമാകുവാൻ സഹായം ആവശ്യമായവരെ ഒരു കൈ സഹായിക്കും. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നത് എത്ര മധുരമുള്ളതാണ്. അത് കേട്ട് ദൈവം പോലും നിങ്ങളിൽ അഭിമാനിക്കും. നിങ്ങളിൽ തന്നെ ഒരു ദൈവാംശമുണ്ടെന്ന് നിങ്ങൾ അറിയും. പ്രിയ കൂട്ടുകാരാ, നെന്മണികൾക്കിടയിൽ പതിര് തിരയുന്ന നേരം പതിരുകൾക്കിടയിൽ നെന്മണികൾ തിരയാം. നിരാശകളെ ഓർത്ത് വ്യസനിക്കുന്നതിന് പകരം ആശയുടെ കൈത്തിരുനാളം കൊളുത്താം. നിങ്ങളാരും ഈ ഭൂമിയിൽ കഴിയുന്നത് ഒറ്റയ്ക്കല്ല. ഒരുപാട് മനുഷ്യർ ഇവിടെയുണ്ട്. നിങ്ങളുടെ ജീവിതം പ്രകാശഭരിതമാകുമ്പോൾ
മറ്റുള്ളവർക്കും ആ പ്രകാശം അനുഭവിക്കാനാകും. 1000 മിന്നാമിനുകൾ മിന്നിയാൽ കറുത്തിരണ്ട മഹാമേരുക്കൾ പോലും പ്രകാശത്തിൽ മിന്നിത്തിളങ്ങും. ഇരുട്ടിലൂടെ നോക്കുമ്പോൾ മാത്രമേ നക്ഷത്രങ്ങൾ മിന്നുന്നത് കാണാൻ കഴിയൂ. ജീവിതത്തിലെ ഇരുട്ടിനെ മറന്നു കളയൂ. അതിലൂടെ പ്രകാശത്തിൻ്റെ വെള്ളി വെളിച്ചം നിങ്ങളെ തേടി വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം, ഇനി സംസാരിക്കാം. റെഡിയല്ലേ? നിങ്ങളുടെ സ്വന്തം എ ആർ ദിവാകരൻ.